ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം അത് കൊച്ചി പനങ്ങാട് നിന്നാണ്. അവിടെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു, വൈദ്യുതി പോസ്റ്റ് തകർന്നിരിക്കുന്നു, സ്ഥലത്തെ വൈദ്യുതി ബന്ധം നിലച്ച നിലയിലാണ്. അവിടെ നിന്നും വിവരങ്ങളുമായി ശരൺ ചേരുന്നുണ്ട്. ശരൺ, എന്താണ് അവസ്ഥ? റോഷ്നി, കൊച്ചി നഗരത്തിലെ പല പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് പനങ്ങാട് ചേപ്പനം റോഡിലാണ്. ഇവിടെ 12:30യോട് കൂടി ശക്തമായ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റിലാണ് ഇവിടുത്തെ നിരവധി മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നത്. ഇപ്പോൾ ഒരു മരം കടപുഴകി അത് ഫ്ളാറ്റിന് മുന്നിലുള്ള ഒരു ഷീറ്റിലേക്ക് വീണതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന് പുറമെ തന്നെ ഇപ്പോൾ മുറിച്ചു മാറ്റിയതിന് പുറമെ തന്നെ ഇവിടെ നിന്ന് JCB ഉപയോഗിച്ച് ഈ മരം പൂർണ്ണമായും ഈ ഷീറ്റിൽ നിന്ന് മാറ്റിയിടാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും മരം കടപുഴകി വീണോടുകൂടി തന്നെ ഒരു വീടിന്റെ മുന്നിലുള്ള ഗേറ്റ് ആകെ തന്നെ തകർന്നിട്ടുണ്ട്, മുന്നിലുള്ള മതിലാകെ തന്നെ തകർന്നിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെയാണ് സമീപത്തായി കാണുന്ന ഒരു വൈദ്യുതി പോസ്റ്റിലേക്ക് ഈ മരം വീണിരിക്കുന്നത്. അങ്ങനെ വൈദ്യുതി ബന്ധം ഈ പ്രദേശത്താകെ തന്നെ വൈദ്യുതി ബന്ധം നിലച്ച അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇവിടെ ഉള്ളവരുടെ തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. ചേട്ടാ, എന്താ പറ്റിയത്? ചേട്ടാ, 11:30 ഒരു അതിശക്തമായ കാറ്റും മഴയും വന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഈ മരങ്ങളെല്ലാം മറിഞ്ഞ് വീഴുകയും ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ കാലഘട്ടത്തിലായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ മരം റോഡിലേക്കൊക്കെയാണല്ലോ വീണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഇവിടെ ഈ ഗതാഗതമൊക്കെ സ്തംഭിച്ച അവസ്ഥയാണ്. ഗതാഗതം ഭയങ്കര സംഭവിച്ച് അപ്പുറത്തെ റോട്ടിൽ കൂടിയാണ് ആളുകളൊക്കെ കടന്ന് അങ്ങനെയൊക്കെ പോയത്. പിന്നെ ഇപ്പൊ ഈ ജാഗ്രത വേണമല്ലേ ഈ മരം അവിടേക്ക് മാറ്റി? പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് ഫയർഫോഴ്സുകാർ വന്ന്, KCB-ക്കാർ വന്ന്, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സഹകരണത്തോടെ ഇപ്പൊ തീർന്നിട്ടില്ല, വർക്ക് നടന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ പ്രദേശത്ത് കറണ്ട് ഇല്ല, എന്താ? കറണ്ടില്ല. നമുക്ക് ഒരു ചാനൽ പോലും കാണാൻ പറ്റാത്ത ഒരു കേബിളും ഒന്നും കറണ്ടില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഒരു ചാനലൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണത്. ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. എന്താ? ഇന്നലെ ഒരാഴ്ചയായിട്ട് തുടങ്ങിയ മഴയാണ് ശരിക്കും പറഞ്ഞാല്. എന്നാലും പക്ഷെ അതിശക്തമായ കാറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് കാറ്റെന്ന് വെച്ചാൽ 5 മിനിറ്റത്തെ കാറ്റിൽ കംപ്ലീറ്റ് ഇതെല്ലാം ഇതായത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറ്റ് വീശുന്നത് ഇവിടെ ഈ പ്രദേശം? ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ശക്തിയായിട്ടുള്ള കാറ്റ് ഇന്നാണ് വന്നത്. ഒരു 11:30 വന്ന കറക്റ്റ് കാറ്റായിരുന്നു. ചില സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയി അതിന്റെ ഒരു അവസ്ഥയിൽ ഇപ്പോഴും കാണുന്നത് നമ്മൾ അവസ്ഥയിൽ. റോഷ്നി, അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ വീശിയിരിക്കുന്നത്. അത് തന്നെയാണ് വലിയ നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ വീടിന്റെ മുന്നിലായിട്ട് ഉണ്ടായിരുന്ന ഗേറ്റാണ്. ആ ഗേറ്റാണ് ഇത്. ഗേറ്റ് അടക്കം മുന്നിലാകെ തന്നെ വലിയ നാശനഷ്ടമുണ്ട്. ഇതിന് പുറമെയാണ് ഇപ്പോൾ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, മഴയിലും കാറ്റിലും ഉണ്ടായ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി പനങ്ങാടാണ് ഇത് സംഭവിച്ചത്. ശരൺ വിശദീകരിക്കുകയായിരുന്നു.